ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. என்னடா இங்க பிரச்சனை? அம்மா இவர் வக்கீலமாரு இவரு என்னவோ கேட்கணும்னு சொல்லுது. முடியாது, இங்க இருந்து போ. അമ്മേ ഞാനാ. ആ മനസ്സിലായി. അമ്മേ നിങ്ങൾ എവിടെയാണെന്ന്? പ്രിയങ്ക അമ്മയുടെ കൂടെ ഉണ്ടോ? ഏത് പ്രിയങ്ക? അമ്മേ നമ്മുടെ പ്രിയങ്ക മോളെ കുറിച്ചാ ഞാൻ ചോദിക്കുന്നത്. ഹാ എടാ, നിന്റെ മോള് മരിച്ചു പോയില്ലേ? നീ അവൾക്ക് ബലിയിട്ടതല്ലേ? എവിടെയോ കിടന്ന ഒരു അനാഥയ്ക്ക് അവളുടെ ഭർത്താവിനെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തില്ലേ നീ? പിന്നെ നീ എന്തിനാടാ അവളെ അന്വേഷിക്കുന്നത്? അമ്മേ ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് കേൾക്ക്. ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമ്മൾ ആരും അറിഞ്ഞുകൊണ്ടല്ലോ. അറിഞ്ഞോണ്ടല്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ പ്രിയങ്ക മോള് മരിച്ചിട്ടില്ല എന്ന് നിന്നോടും നിന്റെ ഭാര്യയോടും ആവർത്തിച്ച് ഞാൻ പറഞ്ഞില്ലേടാ? അന്ന് നിങ്ങളൊക്കെ വിശ്വസിച്ചോ? പകരം നിങ്ങൾ എന്താ ചെയ്തത്? ആശുപത്രി മുഴുവൻ കയറി ഇറങ്ങി എന്നെ ഭ്രാന്തിന് ചികിത്സിച്ചു, പൂട്ടിയിട്ടു. നിങ്ങളുടെ അടുത്തൊന്ന് പോന്നില്ലായിരുന്നെങ്കിലേ ഞാൻ എന്റെ പൊന്നുമോളുടെ അടുത്ത് എത്തില്ലായിരുന്നു. നീയോ നിന്റെ ഭാര്യയോ എന്റെ മോളെ കാണണ്ട. അങ്ങനെയൊന്നും പറയരുതമ്മേ. ഞങ്ങൾക്ക് അവളെ കാണണം. അവളോട് മാപ്പ് ചോദിക്കണം. മാപ്പ് ചോദിക്കല്ലേ നിനക്ക് വേണ്ടത്? ഞാനേ ദേ അവൾക്ക് ഫോൺ കൊടുക്കാം, നീ തന്നെ അങ്ങ് ചോദിച്ചോ. മോളെ പ്രിയങ്കേ, അച്ഛനാ മോളെ. എനിക്ക് അച്ഛനില്ലല്ലോ. നിങ്ങൾ ആരാ? മോളെ അച്ഛനെ നീ മറന്നുപോയോ? അമ്മയെ നീ മറന്നുപോയോ മോളെ? എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി. ഞങ്ങൾക്ക് വിഗ്രഹം വെക്കുന്ന പണിയാ. ഞങ്ങൾ പോട്ടെ. മോളെ കേട്ടല്ലോടാ നിന്റെ മോളുടെ അവസ്ഥ എന്താണെന്ന്? എനിക്ക് മനസ്സിലായമ്മേ. അവളെ നമുക്ക് ഡോക്ടറെ കാണിക്കാം. എത്ര ചെലവുണ്ടെങ്കിലും ചികിത്സിക്കാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയങ്ക മോളെ തിരിച്ചു കൊണ്ടുവരണം. അവൾക്ക് വേണ്ട ചികിത്സയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അവള് നേരെയാവുമ്പോ അവളെയും കൊണ്ട് ഞാൻ ആറ്റുവാശ്ശേരിയിലേക്ക് എത്തും. അല്ലാതെ നീ എന്നെയോ അവളെയോ തിരഞ്ഞിറങ്ങിയ ഞങ്ങളെ പിന്നെ നിങ്ങൾ ഒരിക്കലും കാണില്ല. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ അവളെയും കൊണ്ട് നാട് വിട്ടുകളയും. അമ്മേ എടാ, ഇത്രയും കാലം തീരുമാനങ്ങളൊക്കെ നീയും നിന്റെ ഭാര്യയും കൂടെ എടുത്തില്ലേ ദേവാ? ഇനി തീരുമാനങ്ങള് ഞാൻ എടുത്തോളാം. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. എങ്ങനെയുണ്ടടി മോളെ? അസലായി മുത്തശ്ശി. ഇനി അന്വേഷിച്ചു വരാനുള്ള ധൈര്യമൊന്നും അച്ഛനുണ്ടാവില്ല. നീയാണെന്ന് പറഞ്ഞ ഒരു ശരീരത്തെ കൊണ്ടുപോയി ദഹിപ്പിച്ചവരൊക്കെ നല്ല പോലെ ഇനി ദഹിപ്പിച്ചിട്ടേ അവര് നിന്നെ കാണുള്ളൂ. അതിനെ ഇനി മുത്തശ്ശി സമ്മതിക്കൂ. അമ്മ പറഞ്ഞത് കാര്യമല്ലേ യശോദേ? അവള് ജീവിച്ചിരിക്കുന്നു അമ്മ പറഞ്ഞപ്പോഴും അത് അമ്മയുടെ ഭ്രാന്തെന്നല്ലേ നമ്മൾ പറഞ്ഞത്? അങ്ങനെ നോക്കുമ്പോ ഭ്രാന്തില്ലാത്ത അമ്മയെ നമ്മൾ എത്ര ഉപദ്രവിച്ചു. ചികിത്സക്കിടയിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയതും നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിച്ചതും നമ്മുടെ മോളെ കണ്ടെത്താനായിരുന്നില്ലേ? ദേവേട്ട, അവള് ജീവിച്ചിരിക്കുന്നു എന്നതിനപ്പുറം നമുക്ക് എന്താ വേണ്ടത്? നമ്മള് കാരണം
അവര് പുതിയൊരു തീരുമാനം എടുക്കാൻ പാടില്ല. വരട്ടെ. അമ്മ അവളെ പൊന്നുപോലെ നോക്കും, എന്നിട്ട് തിരിച്ചു വരും. സ്വബോധത്തിലെത്തിയ അവള് നമ്മുടെ മുമ്പിലേക്ക് തിരിച്ചു വരും. പക്ഷെ വന്ന അവള് ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, പ്രത്യേകിച്ച് വരുണിനെ കുറിച്ച്. അതിനെന്ത് മറുപടി ഉണ്ട് നമ്മുടെ കയ്യില്? ദേവേട്ടാ, ഇതൊന്നും നമ്മൾ കരുതിക്കൂട്ടി ചെയ്തതല്ല. കാലം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. അതിനുള്ള മറുപടി ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോ നമുക്ക് നമ്മുടെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും പെട്ടെന്ന് അവക്ക് സുഖാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വല്ലാത്തൊരു യോഗ നമ്മുടേത്, മറ്റാർക്കും ഇല്ലാത്തൊരു യോഗം അല്ലേ യശോദേ? എന്നാ വേണോ? ഞങ്ങൾ വക്കീലന്മാരാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. തലവെങ്കില്ല യാരെയും പാക മുടിയാത്. ഇവിടെ ബാക്കിയുള്ള ആളുകളെ വിളിച്ചാ മതി. പാക മുടിയാത്. നോക്ക്, ഞങ്ങളുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ നോക്കണ്ട, അത് ശരിയാവില്ല. என்ன வேடம் மெரிட்டுதா? இது எங்க ஏரியா. இங்க வந்து சத்தம் போட்டா என்ன ஆகும்னு தெரியுமா உங்களுக்கு? தலைவி வந்தாச்சு. என்னடா என்னடா இங்க பிரச்சனை? அம்மா, இவர் வந்து வக்கீலமாரு. இவரு என்னவோ கேட்கணும்னு சொல்லுது. முடியாது, இங்க இருந்து போ. கோட்டு சூட்டு எல்லாம் போட்டுட்டு வந்தா எங்களுக்கு பயம் இருக்குன்னு நினைச்சா மரியாதை வெளியே போ, இல்லனா அடிச்சு கொண்டு கெட்டி தூக்கிடுவேன். അതിനുള്ള ധൈര്യം ഉണ്ടോടി നിനക്ക്? ഇവിടെ ഈ പാവങ്ങളുടെ മുന്നില് തലൈവി ചമഞ്ഞ് നടക്കുന്നൊക്കെ കൊള്ളാം. അതിന്റെ അഹങ്കാരം ഞങ്ങളുടെ അടുത്ത് പ്രയോഗിച്ചാലുണ്ടല്ലോ